ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആളുകൾക്ക് മസിൽ വീക്ക്നെസ് ഉണ്ടാവാം, പെട്ടെന്ന് തേയ്മാനം വരും, എല്ലുകൾ പൊടിഞ്ഞു പോകാം, ബോൺ സ്ട്രെങ്ത് ലോസ് ചെയ്തിട്ട് പെട്ടെന്ന് അതിന് ഫ്രാക്ചർ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അത് പ്രായമായിട്ടുള്ള ആളുകളെ മാത്രമാണോ ബാധിക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്കും ഈ ഒരു തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ടോ? 40+ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അതിൻ്റെ ആഹാരങ്ങൾ ക്രമീകരിച്ച് കൊണ്ടുവരുന്നത്. ഇപ്പം മസിൽ വേസ്റ്റിംഗ് അല്ലെങ്കിൽ മസിൽ വീക്ക്നെസ് ഒക്കെ ഉണ്ടാവാനുള്ള റീസൺ തൈറോയ്ഡ് ഇംബാലൻസ് ആണ്. ഒട്ടും വ്യായാമമില്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് ബോൺ ഫ്രാക്ചർ സംഭവിക്കാവുന്നതാണ്. കുഞ്ഞുനാൾ മുതലേ നമ്മൾ എല്ലുകളും പേശികളും നാഡികളും കൃത്യമായിട്ട് നമ്മൾ എന്താ പറയുക കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ, അതിനെ ഒരു ഹെൽത്ത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്രായമായിട്ട് വരുമ്പോൾ പണി കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ എല്ല് തേയ്മാനം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ അത് പ്രായമായിട്ടുള്ള ആളുകളെ മാത്രമാണോ ബാധിക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്കും ഈ ഒരു തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. എല്ലുകളുടെ ആ ഒരു ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 40+ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അതിൻ്റെ ആഹാരങ്ങൾ ക്രമീകരിച്ച് കൊണ്ടുവരുന്നതും. പക്ഷേ നമ്മൾ കുഞ്ഞുനാൾ മുതലേ അതിൻ്റെ ആ ഒരു വളർച്ചയ്ക്കും അതിൻ്റെ കൂടുതൽ ഡെവലപ്മെൻറ്റ്സിനും അതിൻ്റെ ഫങ്ഷനിങ്ങിനെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ കൃത്യമായിട്ട് ന്യൂട്രിയൻസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഈ എല്ല് തേയ്മാനം അല്ലെങ്കിൽ എല്ലുകളുടെ ബലക്കുറവുണ്ടാവുക, അല്ലെങ്കിൽ എല്ലുകൾ പെട്ടെന്ന് പൊടിഞ്ഞു പോവുക, പൊട്ടിപ്പോവുക, ഇതൊക്കെ സംഭവിക്കുന്നത് അതിലേക്ക് കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻസോ അല്ലെങ്കിൽ വൈറ്റമിൻസോ എത്താതെ വരുമ്പോഴാണ്. അപ്പോൾ അതിനെയൊക്കെ കൃത്യമായിട്ട് ശരീരത്തിൽ സഫീഷ്യൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മളെ ഭക്ഷണം നല്ലപോലെ ക്രമീകരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഈ എല്ല് തേയ്മാനങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാമത്തേത്, നമ്മൾ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ആളുകൾ, അങ്ങനെ എന്തെങ്കിലും ഒരു ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഒരു അൺനെസസറി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹാബിറ്റ്സ് നിങ്ങൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള തേയ്മാനം, പെട്ടെന്ന് തേയ്മാനം വരും, എല്ലുകൾ പൊടിഞ്ഞു പോകാം, ബോൺ സ്ട്രെങ്ത് ലോസ് ചെയ്തിട്ട് പെട്ടെന്ന് അതിന് ഫ്രാക്ചർ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത്, നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസുകൾ വരിക. ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു പീരീഡ് ഇപ്പോൾ ജനിച്ച് ഒരു അഡോളസൻസ് ഏജ് ആവുമ്പം നമുക്ക് ആ ഒരു സമയത്തൊരു ഹോർമോണൽ ഇംബാലൻസ് വരും. എന്നുവെച്ചാൽ ഓർഗൻസ് എല്ലാം ഡെവലപ്പായിട്ട് ആക്സസറി ഓർഗനും സെക്ഷൽ ഓർഗൻസും ഒന്നും ആക്റ്റീവ് ആവുന്ന ഒരു പീരീഡാണ് ഈ പറഞ്ഞിട്ടുള്ള അഡോളസൻസ് ഏജ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു മെൻസസ് സ്റ്റേജിലോട്ട് കടക്കുന്ന സമയത്തായാലും ആ ഒരു ടൈമിലായാലും ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഇംബാലൻസ് കാണിക്കാം. ദെൻ മെനോപോസ് ആവുന്ന സമയത്ത് ഈസ്ട്രജൻ ഡെഫിഷ്യൻ്റ് ആവും. പ്രഗ്നൻസിൻ്റെ സമയത്തായാലും LH, FSH അങ്ങനത്തെ പല ഹോർമോൺസിൻ്റെ ഒരു സൈക്കിള് ഈ പറഞ്ഞിട്ടുള്ള പ്രഗ്നൻസി സമയത്തും ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഹോർമോണൽ വ്യതിയാനങ്ങളൊക്കെ ഡയറക്റ്റ്ലി നമ്മുടെ എല്ലുകളെ പേശികളെ എഫക്റ്റ് ചെയ്യാൻ ചാൻസസുകളുണ്ട്. ഈ മെനോപോസ് ആവുന്ന സമയത്ത് സ്ത്രീകൾക്ക് പെട്ടെന്ന് എല്ലുകൾക്ക് ഫ്രാക്ചർ സംഭവിക്കുക, അല്ലെങ്കിൽ മസിൽ ക്രാംസ് വരിക, പെട്ടെന്ന് തേയ്മാനം സംഭവിക്കുക. അവിടെ ഈസ്ട്രജൻ ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ കുറയുമ്പോഴാണ് അത് നമ്മുടെ മസിൽസിനെയും എല്ലുകളെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് നമുക്കൊരു റീസൺ ആയിട്ട് പറയാം സ്ത്രീകൾക്ക്. അതേപോലെ തന്നെ തൈറോയ്ഡ് ഡിസ്ഫങ്ഷനിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആളുകൾക്ക് മസിൽ വീക്ക്നെസ് ഉണ്ടാവാം, മസിൽ പെയിൻ അല്ലെങ്കിൽ പേശികൾക്ക് വേദന അനുഭവപ്പെടാം, എല്ല് തേയ്മാനം സംഭവിക്കാം, എല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പം മസിൽ വേസ്റ്റിംഗ് അല്ലെങ്കിൽ മസിൽ വീക്ക്നെസ് ഒക്കെ ഉണ്ടാവാനുള്ള റീസൺ തൈറോയ്ഡ് ഇംബാലൻസ് ആണ്. അതേപോലെ തന്നെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് ഡയബറ്റിസ് ഉള്ള ആളുകൾക്കായാലും സ്ഥിരമായിട്ട് ഈ മസിൽ ക്രാംസും എല്ല് തേയ്മാനങ്ങളും എല്ല് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതും ഫ്രാക്ചർ ഇഷ്യൂസും കാണിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ, ഇപ്പം സ്റ്റിറോയിഡ് മെഡിസിൻസ്, ഗ്ലൂക്കോസ് സ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് മെഡിസിൻസ് ഒക്കെ സ്ഥിരമായിട്ട് കഴിക്കുക. അതിപ്പോൾ അസ്തമ, അലർജി, ഈവൻ ക്യാൻസറിന് മെഡിസിൻസ് കഴിക്കുന്ന ആളുകൾക്ക് പോലും പെട്ടെന്ന് തേയ്മാനം, ഫ്രാക്ചർ സംഭവിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. സ്ഥിരമായിട്ട് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവുക, ഒരു ക്രോണിക് ആയിട്ട് സ്ട്രെസ്, നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ആങ്സൈറ്റി, നെർവസ്നെസ് ഉള്ള ആളുകളാണെങ്കിൽ അത് ഡയറക്റ്റ്ലി മസിൽസിനെ എഫക്റ്റ് ചെയ്യും, പേശികളെ എഫക്റ്റ് ചെയ്യും, ബോൺസിനെയും എഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇമ്മൊബിലിറ്റി, നിങ്ങളപ്പം സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളുകൾ, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഈ ഒരു IT സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ പറഞ്ഞിട്ടുള്ള മസിൽ വീക്ക്നെസ് സംഭവിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ബോൺ ഫ്രാക്ചറും തേയ്മാനം കാണിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ കാൽഷ്യം, വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസീസ് വരുന്ന സമയത്ത്
അത് ഡയറക്റ്റ്ലി എല്ലുകളെ അഫക്റ്റ് ചെയ്യാം. നിങ്ങളുടെ ശരീരത്തിൽ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഗട്ടിൽ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസിനെയും വൈറ്റമിൻസിനെയും ഒന്നും അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഗട്ടിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടൽ സംബന്ധമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ സീലിയാക് ഡിസീസ്, IBS ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് പോലത്തെ IBD പോലത്തെ കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഡെഫിഷ്യൻസീസ് വരും. അങ്ങനെ അത് എല്ലുകൾക്കും പേശികൾക്കും തേയ്മാനം ബുദ്ധിമുട്ടുകൾ വന്നിട്ട് ഫ്രാക്ചർ സംഭവിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഒട്ടും വ്യായാമമില്ലാത്ത ആളുകളാണെങ്കിൽ, ലാക്ക് ഓഫ് എക്സസൈസുകൾ, നമുക്കറിയാം ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകളും പേശികളും മസിൽസും എല്ലാം ഒന്ന് ക്ഷയിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീജനറേഷൻ സ്റ്റേജിലോട്ടേക്ക് കടക്കാനുള്ള പീരീഡാണ് ഒരു 35+ കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ആ ഡീജനറേഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പം നന്നായിട്ട് വർക്കൗട്ടുകൾ ചെയ്യണം. മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്താലേ ഉള്ളൂ അതിൻ്റെ ഫങ്ഷനിങ് കുറച്ചൊന്ന് നമുക്ക് ബെറ്ററായിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അപ്പം ആ ഒരു മസിൽ ഫങ്ഷനിങ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് വർക്കൗട്ടുകൾ ചെയ്യണം. ഒട്ടും വ്യായാമമില്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് ബോൺ ഫ്രാക്ചർ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി അപ്പം ഒരു പ്രായം ഇല്ലാതെ നോക്കുമ്പോൾ നമുക്ക് അഫക്റ്റ് ചെയ്യുന്ന ഒരു റീസൺസ്, അല്ലെങ്കിൽ മസിൽസിനെ അഫക്റ്റ് ചെയ്യുന്ന റീസൺസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളോ കാര്യങ്ങളോ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഡയറക്റ്റായിട്ടൊരു എക്സ്റേ എടുക്കുക അല്ലെങ്കിൽ MRI എടുത്തു കഴിഞ്ഞാൽ എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വളർച്ചയാണോ എന്നറിയാൻ പറ്റും. പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളിൽ വരുന്നതാണ് ഡെക്സോ സ്കാൻ. അത് ഈ പറഞ്ഞ പോലെ തേയ്മാനം പ്രശ്നങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു സ്കാനിങ്ങിലൂടെ അറിയാൻ പറ്റുന്നതാണ്. ഈ ഡെക്സോ സ്കാനിൽ വരുന്ന പല സ്കോറുകളുണ്ട്. അതിനെ നമ്മൾ T സ്കോർ എന്നാണ് പറയുക. അപ്പോൾ T സ്കോർ ഒരു -1 അല്ലെങ്കിൽ >-1ൻ്റെ അടുത്ത് വരികയാണെങ്കിൽ അത് ഓസ്റ്റിയോപീനിയ എന്ന കണ്ടീഷൻസ്, അതായത് ബോണിൻ്റെ സ്ട്രെങ്ത് കുറയുന്ന ഒരു അവസ്ഥ. ദെൻ ആ ഒരു T സ്കോർ ഒരു ഈ <= ഒരു 2.5 ഒക്കെ ആണെങ്കിൽ അത് ഓസ്റ്റിയോപോറോസിസ്, ബോൺ ഡെൻസിറ്റി കംപ്ലീറ്റ് ആയിട്ടും റെഡ്യൂസ് ആയിട്ട് പെട്ടെന്ന് ഫ്രാക്ചർ ആവാനുള്ളൊരു ടെൻഡൻസി ആണെന്ന് നമുക്ക് ആ ഒരു ടെസ്റ്റിലൂടെ, ആ ഒരു സ്കാനിങ്ങിലൂടെ അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. കുറച്ചുകൂടി കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ മിക്ക ആളുകളും ഇത് സജസ്റ്റ് ചെയ്യാറില്ല. MRIയോ എക്സ്റേയോ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരുവിധം അറിയാൻ പറ്റുന്നതാണ്. ദെൻ ഇവിടെ ഇനി ഡയറ്റിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ മസിൽസിനെയും എല്ലുകൾക്കും തേയ്മാനം സംഭവിക്കുന്ന കാരണങ്ങൾ നിങ്ങൾ ആദ്യം കണ്ടെത്തുക. ഇപ്പോൾ ശരീരത്തിൽ ഡെഫിഷ്യൻസി ആണെങ്കിൽ അത് ആദ്യം കറക്റ്റ് ചെയ്യുക. വൈറ്റമിൻ D ആണെങ്കിൽ അത് ആദ്യം സപ്ലിമെൻറ്റ്സ് എടുത്തിട്ടോ ഭക്ഷണത്തിലൂടെ ക്രമീകരിക്കുക. കാൽഷ്യം ഇഷ്യൂസ് ആണെങ്കിൽ ഭക്ഷണത്തിൽ ക്രമീകരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. സ്ഥിരമായിട്ട് ഈ മെഡിസിൻസ് കഴിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അൺനെസസറി ആയിട്ട് നമ്മൾ ചുമ്മാ പെയിൻ കില്ലേഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിന് നമുക്ക് ഒരു താൽക്കാലിക ശമനം ഉണ്ടാവും. ബട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പെയിൻ കില്ലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ കോസുകൾ അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് കോസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ഡയറ്റിലോട്ട് വരുന്ന സമയത്തായാലും കുട്ടികൾക്കൊക്കെ ആയാലും കുഞ്ഞു തൊട്ടേ നമ്മൾ നന്നായിട്ട് ന്യൂട്രിയൻസ്, എസ്പെഷ്യലി കാൽഷ്യം, വൈറ്റമിൻ D, മഗ്നീഷ്യം, അയേൺ, ഇങ്ങനത്തെ മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ സ്ഥിരമായിട്ട് കൊടുക്കുക. ഈ ജങ്ക് ഫുഡൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കുന്ന പാരൻസ് ആണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക. സ്ഥിരമായിട്ട് അത് കൊടുക്കുമ്പോൾ അവർക്ക് ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അബ്സോർപ്ഷൻ പവർ കുറയും, പെട്ടെന്ന് തേയ്മാനം സംഭവിക്കും, മുറിവുകൾ പറ്റി കഴിഞ്ഞാൽ ഉണങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈവൻ കാലുകൾ മുറിച്ച് മാറ്റേണ്ട അവസ്ഥകൾ വരെ നമുക്ക് പ്രായമായിട്ടുള്ള ഈ സിറ്റുവേഷൻസിൽ വരാറുണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ഭക്ഷണം ക്രമീകരിക്കണം. കുട്ടികൾക്ക് ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻസും മൈക്രോ ന്യൂട്രിയൻസും സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുക. കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ അതിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നന്നായിട്ട് കഴിക്കുക. അതിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ വൈറ്റമിൻസും സ്ഥിരമായിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് ഡെഫിഷ്യൻസി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യത്തില്ല. അതേപോലെ തന്നെ വിരശല്യത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് അതിന് മെഡിസിൻസ് കാര്യങ്ങൾ എടുക്കുക. കാരണം വിരശല്യം ഉണ്ടെങ്കിൽ കാൽഷ്യം കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യത്തില്ല, അത് ബോൺ ഫ്രാക്ചറിലേക്ക് ലീഡ് ചെയ്യാവുന്നതാണ്. പിന്നെ മുതിർന്ന ആളുകളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വ്യായാമങ്ങൾ ചെയ്യുക. ജസ്റ്റ് ഒരു നടത്തമോ അല്ലെങ്കിൽ ഓട്ടമോ ചെയ്തിട്ട് കാര്യമില്ല. അത് ജസ്റ്റ് ഒരു വെയിറ്റ് ലോസിലേക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് എക്സസൈസുകൾ അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ഡെയിലി ചെയ്യുക. അത് വെയിറ്റ് എടുക്കുന്ന ജോലികളോ അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുന്ന വർക്കൗട്ടുകളൊക്കെ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ആ ഒരു ബോൺ സ്ട്രെങ്ത്തും ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പം ബോൺ ഡെൻസിറ്റി കുറയുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഏജ് തൊട്ടേ, ഒരു 20+ തൊട്ടേ നമ്മൾ ഭക്ഷണം നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ട്, അതായത് ജങ്ക് ഫുഡ് കട്ട് ചെയ്തിട്ട് കൂടുതൽ ന്യൂട്രിയൻസും കാൽഷ്യം വൈറ്റമിൻസും ഒക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.